ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇവിടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് കൈകഴുകുന്നു. ഏതെങ്കിലും രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ അത് ശബരിമലയല്ലേ, അത്രയേ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ നമുക്കറിയാം, ഈ കൈകഴുകുന്ന വേളയിലെല്ലാം തന്നെ കൃത്യമായ ആസൂത്രണം നടത്താൻ ഇവരിൽ പലരും ഉണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. കാരണം നമ്മൾ ഈ പറയുന്ന ഒരു പവൻ സ്വർണത്തിൻ്റെ വിലയൊന്നുമല്ല. അതിൻ്റെ ആൻറ്റിക് വാല്യൂ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പൂജാ മാഫിയ തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ കോടികളുടെ, പറഞ്ഞാൽ എണ്ണിയാൽ ഒടുങ്ങാത്ത കോടികളുടെ ഒരു വലിയ അഴിമതി തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിന് എല്ലാവരും ഉണ്ടായിരുന്നു, കൂട്ടുത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും അവർ ഇതൊന്നും അറിഞ്ഞില്ല, കണ്ടില്ല എന്നൊന്നും പറയുന്നില്ല. പകരം ചില ഉദ്യോഗസ്ഥരിലേക്ക് മാത്രം പഴിചാരി മറ്റുള്ളവരെയൊക്കെ രക്ഷിച്ചു മുങ്ങുന്നതിനുള്ള കൃത്യമായ തത്രപ്പാട് നടത്തുന്നുണ്ട്. രേഖകളിലടക്കം എഴുതി ചേർക്കലുകൾ നടക്കുന്നുണ്ട്, തിരുത്തലുകൾ നടക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നു കാര്യം. ഇവിടെ പാർട്ടിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് എത്ര നാൾ പറഞ്ഞിങ്ങനെ കൈകഴുകാൻ പറ്റും? അല്ല, ഇവർ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ക്യാപ്സൂളുകൾ ഇറക്കിക്കൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള അഴിമതികളെയും ഈ കൊള്ളയൊക്കെ ന്യായീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പ്രതീക്ഷ തന്നെയാണ്. കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായിട്ട് അറിയാം. ഇതിനകത്ത് കൃത്യമായിട്ട് ദേവസ്വം മന്ത്രിമാർക്കും CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനും കൃത്യമായ പങ്കുണ്ട്. ഒരു ശബരിമല മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ ക്ഷേത്രങ്ങളെയും തകർക്കുക, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്തരത്തിലുള്ള ഭക്തർ സമർപ്പിക്കുന്ന കാണിക്കയായിക്കോട്ടെ, സ്വർണ്ണാഭരണങ്ങളായിക്കോട്ടെ, ഇത് കൃത്യമായിട്ട് കൊള്ളയടിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. ഒരുപക്ഷെ നമ്മുടെ ഒരു പഴയ കാലഘട്ടത്തിൽ ഈ മുഗളന്മാരൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്, ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങൾ ആക്രമിക്കുന്ന രീതിയിലുള്ള ഇത് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളുടെ മുതലായിക്കോട്ടെ, ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരത്തിലേക്ക് ഭക്തരോടുന്ന പണമായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ദുരുപയോഗം ചെയ്തുകൊണ്ട് ക്ഷേത്ര കൊള്ളയ്ക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷം, അല്ലെങ്കിൽ CPM, അല്ലെങ്കിൽ നിലനിൽക്കുന്ന CPM എന്ന ഒരു പ്രസ്ഥാനം. അപ്പോൾ അതിനകത്തൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. അത് ഗുരുവായൂർ ദേവസ്വമായിക്കോട്ടെ, മലബാർ ദേവസ്വമായിക്കോട്ടെ, എല്ലായിടത്തും ആസൂത്രിതമായിട്ടുള്ള ക്ഷേത്ര കൊള്ളയാണ് നടക്കുന്നത്. ഇപ്പോൾ ഇവർക്കറിയാം, ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ വലിയ രീതിയിൽ ഭക്തന്മാർ വലിയ രീതിയിൽ കാണിക്കകൾ സമർപ്പിക്കുന്നു, വലിയ രീതിയിലുള്ള പലതരത്തിലുള്ള ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നടക്കം, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ബിസിനസ്സുകാരൊക്കെ തന്നെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് വലിയ രീതിയിലുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ ഭക്തന്മാർ സമർപ്പിക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് കണ്ണു വെച്ചുകൊണ്ട് തന്നെ ഓരോ ക്ഷേത്രങ്ങളിൽ നിന്നും എത്ര രൂപയുടെ പണം അടിച്ചു മാറ്റാം, എത്ര രൂപയുടെ സ്വർണം അടിച്ചു മാറ്റാം, ഇതിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു ലോബി CPM-നകത്തുണ്ട്. അതിനുവേണ്ടി ഒരു പറ്റും ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടുണ്ട്. ഇത് പകൽ പോലെ വെളിച്ചമാണ്. അത് ഗുരുവായൂരായിക്കോട്ടെ, തൃപ്രയാർ ക്ഷേത്രമായിക്കോട്ടെ, ഇനി നമ്മളുടെ ശബരിമല ആയിക്കോട്ടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട 175ഓളം ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ക്ഷേത്രങ്ങളിൽ ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. ആ ക്രമക്കേടുകൾ കൃത്യമായിട്ട് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ രോഹിണിജി പറഞ്ഞതുപോലെ കോടിക്കണക്കിന് രൂപയുടെ ക്ഷേത്രക്കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ദേവസ്വം മന്ത്രിയും അതിന് കൂട്ടുനിൽക്കുന്ന സർക്കാരുമായിട്ട് ഈ സർക്കാർ മാറും. അതിനകത്ത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇവർ പലപ്പോഴും ചില ഉദ്യോഗസ്ഥന്മാരാണ് ഇതിനകത്ത് കാരണക്കാരെന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് നേതൃത്വം നൽകുന്ന CPM അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് പതിവ്. പക്ഷേ ഇക്കുറി ഇതവണ അവസാനത്തെ ആൾ മന്ത്രി അടക്കം ഇതിനകത്ത് പെടും. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഹൈക്കോടതിയുടെ മേൽത്തോട്ടത്തിലുള്ള അന്വേഷണത്തിൽ ഹൈക്കോടതിയെ ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷെ അവിടെ കൊടുക്കുന്ന അന്വേഷണ റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ ഈ പത്മകുമാർ പോലെയുള്ള ആളുകൾക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ബന്ധം, ഇതൊക്കെ വളരെ പ്രശ്നം തന്നെയാണ്. അപ്പം അതുകൊണ്ട് നേരത്തെ ഹരിദാസ് സാർ പറഞ്ഞല്ലോ, ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകാനേ സാധിക്കുള്ളൂ. അതിനകത്ത് തെളിവുകൾ ഹാജരാക്കേണ്ടത് കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണ രീതിയിൽ കൃത്യമായിട്ട് കോടതി മെൻഷൻ ചെയ്തിട്ടുണ്ട്. കെമിക്കൽ ഫോറൻസിക് ആയിട്ടുള്ള, അതുപോലെ തന്നെ മാനുവൽ ആയിട്ടുള്ള പല തരത്തിലുള്ള 4 ടൈപ്പ് ത്തിലുള്ള അന്വേഷണവും അതുമായി ഫോറൻസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ശാസ്ത്രീയമായിട്ട് ഈ അന്വേഷണം സംഘം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് അത് നമുക്ക് പലപ്പോഴും സംശയമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, റേഞ്ച് DIGയുടെ അച്ഛൻ പ്രതിയായ കേസിനകത്ത് ഒരു DYSPയുടെയും SP-യും അന്വേഷണം നടക്കുമ്പോൾ അത് എത്രത്തോളം സുതാര്യമാകും? അതാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് നോക്കൂ, പത്മകുമാറിലേക്ക് അന്വേഷണം നടത്തിയ സമയത്ത് സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ വാക്കുകളിലൂടെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിക്കോട്ടെ, CPM നേതാക്കളായിക്കോട്ടെ, അവരുടെ ആ വാക്കുകളുടെ മറുപടിയിൽ തന്നെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് സംരക്ഷണം ഞങ്ങൾ ഒരുക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായ പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്, ഒരു അജണ്ടയുണ്ട്. അതാണ് ഞാൻ പറയുക, അജണ്ടയുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ കൊള്ള ചെയ്യുക എന്നുള്ളത് തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ CPM-ന്റെയും തന്ത്രമാണ്. അവർ പലതരം ക്ഷേത്രങ്ങളെ തകർക്കാൻ നോക്കി, അതിൽ പരാജയപ്പെട്ടു. കേരളത്തിലെ സകലമാന ക്ഷേത്രങ്ങളും പല രീതിയിൽ തകർക്കാൻ നോക്കി. കാവിക്കൊടി കൊട്ടാൻ പാടില്ല, ക്ഷേത്രങ്ങളിൽ നാമജപ നടത്താൻ പാടില്ല, ക്ഷേത്രങ്ങളിൽ ഒരു തരത്തിലെ പാട്ടുകൾ വെക്കാൻ പാടില്ല, ഭക്തിഗാനമേള പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്ഷേത്രങ്ങളെ തകർക്കാൻ പല തവണ നടത്തി. അതിലവർ പരാജയപ്പെട്ടു.
പിന്നെ ക്ഷേത്രങ്ങളെ എങ്ങനെയാണ് തകർക്കാൻ സാധിക്കുക? അപ്പോൾ ക്ഷേത്രങ്ങളുടെ സ്വത്ത് കൊള്ളയടിക്കുക, ഈ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടുക, അങ്ങനെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള CPM-ന്റെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്, കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്, സ്വർണത്തിനോട് അന്ധമായിട്ട് ഭ്രാന്തുള്ളത് ആരാണെന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. അപ്പോൾ സ്വർണ്ണക്കള്ള ശബരിമല സന്നിധാനത്ത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്ത് പോലും സ്വർണ്ണക്കടത്ത് നടന്ന ഒരു സംഭവങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ പൊതുസമൂഹം ഇതൊക്കെ തിരിച്ചറിയും. CPM-കാർ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്തുള്ള യഥാർത്ഥ പ്രതികൾ അവർ പുറത്തേക്ക് വരും. ശബരിമല സന്നിധാനത്ത് അയ്യപ്പന്റെ ശക്തിയിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവസാനത്തെ വിക്കറ്റും ശബരിമല അയ്യപ്പൻ തെറിപ്പിക്കും. അത് കേരളത്തിലെ പൊതുസമൂഹം കാണും. അങ്ങനെ പൊതുസമൂഹം ഇപ്പോൾ നോക്കൂ, ഈ ഭക്തന്മാരെ ആയ ആളുകളെ കൈവിലങ്ങിട്ടുന്ന സമയത്ത് കണ്ടു ചിരിച്ചിരുന്ന വാസു അദ്ദേഹത്തിന്റെ കൈകളിൽ വിലങ്ങലിയിക്കുന്നത് കാണാൻ നമുക്ക് കുറഞ്ഞ വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. അന്ന് നമുക്കറിയാം, ഭക്തന്മാരെ തല്ലി ഓടിക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ചിരിച്ചു നിൽക്കുന്ന വാസുവിന്റെ അതുപോലെ തന്നെ പത്മകുമാറിന്റെ ഫോട്ടോ ഒക്കെ നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരിച്ചടി എന്നോണം ഇപ്പോൾ ഭക്തന്മാരുടെ അന്നത്തെ അയ്യപ്പ ഭക്തന്മാരുടെ അന്ന് നടത്തിയിട്ടുള്ള ആചാര ലംഘനത്തിന് നടത്തിയ സമരമായിക്കോട്ടെ, ശബരിമല സന്നിധാനത്തിന്റെ സംരക്ഷണത്തിന് ഹിന്ദു സംഘടന നടത്തുന്ന പ്രക്ഷോഭമായിക്കോട്ടെ, ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. ശബരിമലയെ ആസൂത്രിതമായി തകർക്കാൻ വേണ്ടി CPM-ഉം ഇടതുപക്ഷവും ശ്രമിക്കുകയാണ്. പക്ഷേ ശബരിമലയുടെ ഇത്തരത്തിലുള്ള തകർക്കാനുള്ള ശ്രമങ്ങളെ കേരളത്തിലെ പൊതുസമൂഹം ഒരുമിച്ച് നിന്നിട്ട് അത് തകർക്കും. നിങ്ങൾ ആസൂത്രിതമായിട്ടുള്ള അവിടെ ഇത്തരത്തിലുള്ള തിരക്കുണ്ടായിക്കോട്ടെ, അവിടെ ആചാരലംഘനം നടത്താൻ ശ്രമം ഉണ്ടായാലും അവിടെ പരമപവിത്രമായ ശബരിമലയുടെ സന്നിധാനത്തെ വിശുദ്ധി, അവിടുത്തെ ശബരിമല സന്നിധാനത്ത് അയ്യപ്പനുണ്ടെങ്കിൽ അത് കാത്ത് സൂക്ഷിക്കപ്പെടുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം.